السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വൈകുന്നേരം 4:30 തുടങ്ങിയ നമ്മുടെ ഈ പരിപാടി ഇവിടെ ഷെഡ്യൂൾ ചെയ്ത ക്രമമനുസരിച്ച് ഏതാനും മിനിറ്റുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. ആ സമയത്തിനകത്ത് 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെ ഇവിടെ കൈകാര്യം ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളെ സംക്ഷിപ്തമായി പരാമർശിക്കുകയാണ് അതിലെ ഒരു ഉദ്ദേശം. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് ആരോട് എന്ന ചോദ്യത്തിനുള്ള ഖുർആനിൻ്റെ മറുപടി പ്രപഞ്ചനാഥനോട് എന്നതാണ്. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ശക്തമായ സ്നേഹം അള്ളാഹുവിനോടായിരിക്കണം. നേരെ മറിച്ച് സൃഷ്ടികളിൽ നമ്മളിങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലിങ്ങനെ ഈ അടുക്കടുക്കായിട്ട് സ്നേഹം വെക്കുകയാണെങ്കിൽ എന്ന് സങ്കല്പിച്ചാൽ അതിലേറ്റവും പ്രഥമ സ്ഥാനത്തുണ്ടാവേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഹദീസുകൾ, സ്ഥിരപ്പെട്ട ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഇവിടെ വൈകുന്നേരം മുതൽ ഇതുവരെയും പല ഭാഷയിൽ ആവർത്തിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം വെറും സ്നേഹമല്ല, അതിലൊരുപാട് ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് അധ്യക്ഷൻ്റെ സംസാരം മുതൽ അവസാനം ഇപ്പോൾ ഇവിടെ അനസ് മൗലവി അവറുകളുടെ സംസാരം വരെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഞാനതിൻ്റെ അത് മാറ്റുരക്കുന്ന 2 സന്ദർഭങ്ങളെ പറ്റി പറയാം കുറച്ച് കഴിഞ്ഞിട്ട്, 2-3 മിനിറ്റുകളുടെ ഇടയിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട്. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മുടെ ഒരു പ്രമാണം എന്ന നിലക്ക് അങ്ങനെ ഒരു ശീർഷകവും കൂടി, റസൂലിനെ പിൻപറ്റുക, സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന ഒരു ശീർഷകം വെളിച്ചമാണ് തിരുദൂതർ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിക്ക് സവിശേഷമായി നിർണയിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി, ആയത്ത് മുഴുവൻ ഞാൻ ഓതാത്തത് സമയം ചുരുക്കാൻ വേണ്ടിയിട്ടാണ്, എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് നമ്മെ വഴി നടത്തുന്നു, ഹിദായത്തിൽ ആക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടരുന്നു ആയത്ത്. അപ്പോൾ ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഖുർആൻ നമ്മെ വഴി കാണിക്കുന്നു എന്ന് ഖുർആൻ പ്രയോഗിച്ചു ഖുർആനിനെ സംബന്ധിച്ച്. അതേ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നവൻ തന്നെയാണ്. അപ്പൊ ഒന്ന് തർപ്പിച്ച് പറഞ്ഞിരിക്കണം, അതിൽ സംശയം ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ എന്ന് അള്ളാഹ് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട പോലെ. അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും. ഇതൊക്കെ ഖുർആനായത്തുകളാണ്. അപ്പൊ ഈ സ്വഭാവത്തിൽ അള്ളാഹുവിനെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു, പ്രവാചകൻ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. യുരീദൂന അൻ യുഫർരിഖു ബൈനല്ലാഹി വറസൂലിഹി നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, ഖുർആൻ പ്രയോഗിച്ചതാണ്.
അവര് ചിലതിനെ മുറുകെ പിടിക്കുന്നു, ചിലതിനെ നിരാകരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ, വേർപെടുത്താൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖ, അവർ തന്നെയാണ് നമ്പർ 1 കാഫിറുകൾ. അപ്പൊ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ആ സ്വഭാവത്തിൽ നമ്മൾ ഇതിനെ പഠിക്കേണ്ടതും കാണേണ്ടതുമുണ്ട്. എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ സത്യവിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞിടത്ത് വലം യുഫർരിഖു ബൈനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും റസൂലിനും ഇടയിൽ ഒരു ഭിന്നത കൽപ്പിക്കുകയില്ല എന്ന് പ്രയോഗിച്ചതും കാണാൻ കഴിയും. അപ്പൊ പ്രമാണപരമായ അവസ്ഥയിൽ ഈ ആയത്ത് നമുക്ക് വളരെ സുപരിചിതമാണ്. ഞാനിപ്പോ ആയത്ത് പഠിപ്പിക്കാനല്ല ഇപ്പൊ ഉദ്ധരിച്ചത്. അപ്പൊ പ്രമാണം ഏതാണ്? അള്ളാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം, കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. എന്നിട്ട് വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നിക്കുന്ന പക്ഷം അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അവിടെ തീർന്നില്ല. എന്താണ്? ഈ പ്രമാണങ്ങളെ പ്രമാണങ്ങളായിട്ട് കണ്ട് ഈ പ്രമാണങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യവും പരിഗണനയും നൽകുക എന്നുള്ളത് അള്ളാഹുവിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എന്നതിന്റെ നിദർശനമാണ്, ലക്ഷണമാണ്. അപ്പോൾ ഇത് വളരെ ഒറ്റയിരിപ്പിൽ ഇരുന്നിട്ട് പിന്നെ ഈ 2:145 എന്ന് പറഞ്ഞാൽ ആ സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ ആയത്തിനെ പറ്റിയാണ് മൂപ്പര് പറഞ്ഞത്. അതിന്റെ അറബിയും അറിയില്ല, അറബി ടെക്സ്റ്റും അറിയില്ല എന്ന് മാത്രമല്ല, വിവരമില്ല എന്നുള്ള വിവരം കൂടി ഇല്ലാത്തത് കൊണ്ട് വിവരം വേണ്ട എന്നുള്ളതിന് ഇപ്പോൾ വാദമുഖങ്ങൾ സമർത്ഥിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് വളരെ കൃത്യതയുള്ള ചില അടിസ്ഥാനങ്ങളിൽ പണിതുയർത്തിയ ഒരു ദീനാണ്. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഈ ദീനിന്റെ പ്രമാണങ്ങൾ അതനുസരിച്ച് മാറൂല. ആ ഒരു സ്വഭാവത്തിൽ ഇന്നതാണ് പ്രമാണം എന്ന് കാണൽ, ആ പ്രമാണങ്ങളെ പ്രമാണപരമായി സമീപിക്കൽ, അത് നമ്മുടെ വിശ്വാസാദർശത്തിന്റെ അസ്ഥിവാരവുമായി അള്ളാഹു ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന നിലക്ക് കാണണം. അതാണ് ആ 2ാമത്തെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. 3ാമത്തെ ഇനത്തിൽ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ നബിയെ പറ്റി കുറേ മദ്ഹ് പറഞ്ഞു, ഇനിയും കുറേ പറയാം. മുഹമ്മദിയ എന്ന് പറഞ്ഞിട്ടൊരു ബൈത്തന്നുണ്ട്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെല്ലാം. എനിക്ക് ഏകദേശം അതിൻ്റെ ഒരു പകുതി ഭാഗം കാണാതെ അറിയാം. പുകഴ്ത്തലും വാഴ്ത്തലും ഒക്കെ അതിലുണ്ട്. ആരപ്പോൾ നമ്മൾ മാത്രമാണോ ഈ പുകഴ്ത്തൽ നബിയെ പുകഴ്ത്തിയിരുന്നത്? സാക്ഷാൽ അബൂലഹബ് പറഞ്ഞില്ലേ, എന്ത്? ഇന്നാ ലനുകദ്ദിബുക വലാകിൻ നുകദ്ദിബു മാ ജിഅത ബിഹി, നീ കള്ളനാണെന്ന് ഞങ്ങൾക്ക്, നീ പണ്ടേ അൽ അമീനാണ്, ഇപ്പോഴും അൽ അമീനാണ്, നിന്റെ സത്യസന്ധതയിൽ ഞങ്ങൾക്ക് സംശയമില്ല, നീ കൊണ്ടുവന്ന ഈ പദ്ധതിയും പരിപാടിയും ഞങ്ങൾക്ക് പറ്റൂല, അത് ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ തടിമ പിടിക്കാതെ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാതെ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ത്യജിക്കാതെ പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അള്ളാഹുവിനേക്കാൾ സ്നേഹം പ്രവാചകനോട്, പ്രവാചകനേക്കാൾ സ്നേഹം പ്രവാചകന്റെ ആസാറുകളോട്, പ്രവാചകന്റെ ആസാറുകളേക്കാൾ സ്നേഹം പ്രവാചകന്റെ ആസാറുകൾ സൂക്ഷിച്ച പള്ളിയോട്, പ്രവാചകന്റെ ആസാറുകൾ സൂക്ഷിച്ച പള്ളിയേക്കാൾ പ്രാധാന്യം അതിന് ചുറ്റുവട്ടത്തിൽ വളരുന്ന ടൗൺഷിപ്പിനോട്. ഒരു പ്രവാചകൻ എങ്ങനെ കമ്പോളവൽക്കരിക്കപ്പെടും എന്നതിന് ഇതിനേക്കാൾ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേറെ വേണ്ടത്? അപ്പൊ ഇതൊക്കെ വളരെ എളുപ്പം നടക്കുന്ന വ്യവസായമാണ്. അതുകൊണ്ട് നമ്മളും അതിൽ പെട്ടുപോകാതിരിക്കാൻ ഞാൻ 2 സംഭവങ്ങൾ പറയാം, ചുരുങ്ങിയ സമയം ഉപയോഗപ്പെടുത്തിയിട്ട്. 1ാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മക്കയിൽ ചെന്ന ശേഷം, മദീനയിൽ ചെന്ന ശേഷം ആ സഹാബിമാരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും അവർ റസൂലുള്ളയാണ് അവരുടെ നേതാവ്, റസൂലുള്ളയോട് ചോദിക്കും. കാരണം ഖുർആൻ അവരെ പഠിപ്പിച്ചത് ഇൻ തുതിഉഹു തഹ്തദു, അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ ഹിദായത്തിലാകും എന്നാണല്ലോ. ഹിദായത്താണ്. അപ്പോൾ ആ ഗൗരവത്തിലാണ് അവരുള്ളത്. അങ്ങനെ വന്നിട്ട് അവരുടെ ഇടയിൽ ഒരു കൃഷിയിടത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവന്ന് കൃഷിയിടം നനക്കുന്ന വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി. കൃഷിയിടത്തിൻ്റെക്ക് വെള്ളം ഇങ്ങനെ തന്നെ ഒരു ചാല് വഴി കൊണ്ടുവരികയാണ്. ആദ്യം ഞാൻ നനക്കാം, അല്ല ഞാൻ ആദ്യം നനക്കും. 2 പേരും തമ്മിൽ കശപിശയായി. റസൂലുള്ളാന്റെ അടുക്കലെത്തി കേസ്. അപ്പൊ റസൂലുള്ള അവിടെ റൂമിൽ ഇരുന്നിട്ട് വിധിക്കല്ല, അവിടെ നിന്ന് ഇതൊക്കെ നോക്കി ഭൂമിയുടെ കടുപ്പ് പരിശോധിച്ചു. റസൂലുള്ളാക്ക് മനസ്സിലായി, ആദ്യം അദ്ദേഹം നനച്ചിട്ട് പിന്നെ ഇദ്ദേഹം നനക്കലാണ് പ്രായോഗികം, വെള്ളം അവിടെ നിന്നാണ് ഒഴുകി വരുന്നത്.
റസൂലുള്ള ആദ്യം സുബൈറെ നിങ്ങൾ ആദ്യം, സുബൈർ ബിൻ അവ്വാം, സുബൈറെ നിങ്ങൾ ആദ്യം നനക്ക്, എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്ക് എന്ന് നിർദ്ദേശിച്ചു. അപ്പൊ അൻസാരി ആദ്യം നനക്കണം എന്ന് വാദിച്ച ആളാണ്. ഇവര് തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം വന്നത്. ഈ പ്രശ്നമാണ് റസൂലുള്ളയുടെ അടുക്കൽ എത്തിയത്. അതിലാണ് റസൂലുള്ള വിധി പറയുന്നത്. നിങ്ങളെ ബന്ധുവായതുകൊണ്ടല്ലേ നിങ്ങൾ മൂപ്പരോട് ആദ്യം നനക്കാൻ പറഞ്ഞത്? ആര്? മറ്റേ മനുഷ്യൻ, നിങ്ങളുടെ ബന്ധു. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു നബിയുടെ ബന്ധുവാണ്, കളാമാന്റെ മോനോ അങ്ങനെ എന്തോ ആണ്. സ്വാഭാവികമായിട്ടും അത് വെച്ചിട്ടാണ്, നിങ്ങളുടെ ബന്ധു ആയതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇടപെടുന്നത് അള്ളാഹുവാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. താങ്കളുടെ നാഥനാണ് സത്യം. അവരാരും, അവരുടെ ഒരു കൂട്ടരുടെ ആരുടെയും ഈമാൻ വാദം യാഥാർത്ഥ്യമാവുകയില്ല. അവരുടെ ആരുടെയും ഈമാൻ വാദം യാഥാർത്ഥ്യമാവുകയില്ല. അവർക്കിടയിൽ പൊട്ടിമുളച്ചുണ്ടാകുന്ന ഒരു പ്രശ്നം താങ്കളുടെ മുമ്പിലെത്തിയിട്ട് താങ്കൾ അതിലൊരു തീർപ്പ് പറഞ്ഞിട്ട് ഒരു ചൊറിച്ചിലും കൂടാതെ, ഒരു അസ്വസ്ഥതയും കൂടാതെ, ഒരു പുകച്ചിലും കൂടാതെ, ഒരു പകയും കൂടാതെ സർവാത്മന അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തിടത്തോളം കാലം. ഇതാണ്. ഇത് പള്ളിക്കമ്മിറ്റിയുടെ ഭൂമി പാട്ടത്തിന് കൊടുത്തതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അതിങ്ങനെ നോക്കുമ്പോൾ മതപരമായ ഒരു ചായ ഉണ്ട്. അപ്പൊ റസൂല് പറയേണ്ട കേസ് തന്നെയാണ് ഇത്. അതൊന്നുമല്ല, മനുഷ്യരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു പൊതുകാര്യമാണ്. പൊതുകാര്യം നമ്മുടെ ഗവൺമെന്റിനും മതകാര്യം നമ്മുടെ പള്ളിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാണോ അവരാണ് നമ്മുടെ ദീനിന്റെ ഈ ആധുനിക കാലത്ത് ഈ ദീനുൽ ഇസ്ലാമിന്റെ സൗന്ദര്യവും ശക്തിയും ചോർത്തിയത് എന്ന് നിങ്ങൾ കാണണം. ഞാനിപ്പോ ഈ സംഭവം പറഞ്ഞത് ഒരു പുതിയ വിവരം പറയാനല്ല. നമുക്കിടയിൽ ഇങ്ങനെ വിഷയമുണ്ടാകുന്നുണ്ട്, നമുക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമുക്കിടയിൽ ഇങ്ങനെ തർക്കങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ നമ്മൾ തീർപ്പ് തേടി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലും അള്ളാഹു നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിധി, റസൂല് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിധി. റസൂലിന്റെ തിരുശരീരം നമ്മുടെ കൂടെയില്ല, പക്ഷേ റസൂല് നമുക്കിടയിൽ പൊട്ടിപ്പിളർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ടെന്ന് ഭാവിക്കാൻ, അത് കേട്ട ഭാവം നടിക്കാൻ, ആ പറഞ്ഞതുപോലെയാണ് എൻ്റെ തീർപ്പ്, എൻ്റെ കാര്യത്തിലെ തീർപ്പെന്ന് പൂർണ്ണ മനസ്സാ സമ്മതിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ? ഇതാണ് നമ്മൾ നമ്മോട് ചോദിക്കേണ്ടത്. എൻ്റെ മതപരമായ, എൻ്റെ കുടുംബപരമായ, എൻ്റെ സാമൂഹികമായ, എൻ്റെ സാംസ്കാരികമായ, എൻ്റെ രാഷ്ട്രീയമായ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഗൗരവപ്പെട്ട വലിയ ചെറിയല്ല വലിയ പ്രശ്നങ്ങളിൽ ഞാൻ എവിടെ നിൽക്കണമെന്നും എന്ത് ചെയ്യണമെന്നുമുള്ള ചോദ്യമുണ്ടാകുമ്പോൾ, ഞാനും എൻ്റെ സഹപ്രവർത്തകരും തമ്മിൽ തർക്കിക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ അതൊരു വിവാദ വിഷയമാകുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ അതൊരു പ്രശ്നമായി തീരുമ്പോൾ, ഞങ്ങളുടെ മഹല്ലിൽ അതൊരു ഒരു പ്രശ്നമായി രൂപപ്പെട്ടു വരുമ്പോൾ ആരുടെ തീർപ്പാണ് നമ്മൾ തേടിപ്പോകുന്നത്? അങ്ങനെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തിരിയാൻ നമുക്ക് മനസ്സുണ്ടോ? അള്ളാഹു ഇന്നതാണ് പറഞ്ഞത്, റസൂൽ ഇപ്രകാരമാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സാ അത് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമാണോ? ഇതാണ് അബൂലഹബിന്റെ ഹുബിൽ നിന്ന് അബൂബക്കറിന്റെ ഹുബിനെ വേർപെടുത്തുന്ന ഘടകം എന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം ജുലൈബീബ് എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിരിക്കും. ജുലൈബീബ് എന്ന് പറഞ്ഞാൽ ഒരു സഹാബിയാണ്. ആള് കുറിയവനാണ്, കറുത്ത്, കാണാൻ കോലമൊന്നുമില്ലാത്ത, കാശുമില്ലാത്ത, പൈസയും ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ. അപ്പോൾ ഒരു ദിവസം ജുലൈബീബിൻ്റെ കഥ പലതുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ജുലൈബീബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ, അല്ല ജുലൈബീബ് എനിക്ക് പെണ്ണിട്ടണ്ടേ? എനിക്കാര് പെണ്ണേരാനാ റസൂലേ? ആ ജുലൈബീബിന്റെ ആ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വിഷമവും നിരാശയും സങ്കടവും ഒക്കെ മുറ്റി നിൽക്കുന്നുണ്ട്. അല്ല ജുലൈബീബ്, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, എനിക്ക് പെണ്ണിട്ടണ്ടേ? എവിടുന്ന് പെണ്ണിട്ടാനാ? കാരണം അദ്ദേഹത്തെ കണ്ട ആരും പെണ്ണ് കൊടുക്കൂല, കല്യാണം കഴിച്ചിട്ടില്ല, സ്വന്തമായിട്ട് വീടില്ല, സ്ഥിര വരുമാനത്തിന്റെ സാധ്യതകളൊന്നുമില്ല. റസൂലുള്ള ജുലൈബീബിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. ജുലൈബീബെ, നീ പോയിട്ട് ഇന്ന ഗോത്രത്തിലെ ഇന്ന അൻസാരി സഹാബിയോട് പോയിട്ട് റസൂലുള്ള നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറ. എന്നിട്ട് അദ്ദേഹത്തോട് പറ, അദ്ദേഹത്തിൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്.
റസൂലല്ലേ പറയണത്, പോകാതിരിക്കാൻ പറ്റുമോ? ജുലൈബീബ് പോയിട്ട് ആ വീട്ടിൻ്റെ അടുത്ത് ചെന്നു, വീട്ടിൻ്റെ മുറ്റത്ത് ചെന്നു. വീട്ടുകാരൻ അവിടെ തന്നെ എന്നെ കാണുന്നിടത്ത് തന്നെ ഉണ്ട്. സലാം പറഞ്ഞു. റസൂലുള്ള സലാം പറഞ്ഞിരിക്കുന്നു. അലൈക വഅലൈഹി സലാം. വളരെ സന്തോഷമായി. റസൂലുള്ള സലാം പറഞ്ഞയച്ചല്ലോ. നിങ്ങളെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുകൊണ്ട് അങ്ങനെ സാധാരണ സംസാരിക്കുമ്പോൾ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ശ്വാസം തിങ്ങി വരുന്നുണ്ട്. എന്താണ് ഈ പറയാൻ പോകുന്നത് ഈ മനുഷ്യനോട് ചെന്നിട്ട് എന്നതിനെ കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട്. ഈ അസ്വസ്ഥതകളൊക്കെ മുറ്റി നിറഞ്ഞ് തുളുമ്പി വഴിഞ്ഞ് അങ്ങനെ ഒരു വിധം ജുലൈബീബ് പറഞ്ഞു, നിങ്ങളെ മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അയാളുടെ മുഖം സ്വാഭാവികമായിട്ട് ഊഹിക്കാവല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ പുരുഷന്മാർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു വക ക്രെഡിറ്റ് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമ്മൾ തന്നെ തീരുമാനമൊക്കെ എടുക്കും. മുടക്കാൻ വിചാരിക്കണം. നിങ്ങളെ ഈ കണ്ണൂരിലെ പുതിയാപ്പിള സിസ്റ്റത്തിൽ ഇതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ മലപ്പുറത്തെ ഞങ്ങളെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഞങ്ങൾ തന്നെ കുടുംബനാഥം എന്നുള്ള ആൾക്ക് ഞാൻ തീരുമാനിച്ചു കൊടുത്തു, ഞാൻ തീരുമാനിച്ചു, ഞാൻ പറഞ്ഞു, ക്രെഡിറ്റ് എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് ഞാൻ തന്നെ എടുക്കും. അതല്ല, മുടക്കേണ്ട സംഗതിയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ മോളോടൊന്ന് ചോദിക്കട്ടെ, ഔത്തേ മോളോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ എന്ന് പറഞ്ഞ മാതിരി ഈ അൻസാരി അകത്തേക്ക് പോയി. അപ്പൊ ഇന്നത്തെ മാതിരി സൗണ്ട് പ്രൂഫ് വീടൊന്നും അല്ലല്ലോ, ഓലപ്പട്ടിയും മറ്റുമൊക്കെ അല്ലേ, ഈ തപ്പനപ്പട്ടിയും മറ്റുമൊക്കെ ആണല്ലോ പൊതുവേ. അപ്പൊ ഇതൊക്കെ ആ സ്ത്രീ അകത്ത് നിന്നിട്ട് കേൾക്കുന്നു. ഏതാണ് അവൻ, എന്താ പറയണത്? ഇത് ഈ അൻസാരി അകത്തേക്കാണ്ട് ചെല്ലുമ്പോ ഭാര്യ അക്ഷമയായി നിൽക്കുകയാണ്. അവൻ എന്താണ് ഈ പറയണത്? നമ്മളെ മോളെ മോനക്കൊണ്ട് ഓന്റെ കോലം കണ്ടില്ല നിങ്ങള്? ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഏത് മനുഷ്യൻ. നിങ്ങളുടെ മകളെ ഇങ്ങനെ ഒരു തീർപ്പ് നിങ്ങളുടെ കാര്യത്തിലെടുത്താൽ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ വിഷമം? നമുക്ക് നമ്മുടെ മകളുടെ ഭർത്താവ് ആരാകണം എന്നതിനെ കുറിച്ചൊക്കെ വലിയ സ്വപ്നങ്ങളില്ലേ? പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ അറിയണം, നിങ്ങളുടെ ഭർത്താക്കന്മാരാരാകണം എന്നതിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ അത് നിങ്ങൾ ഒരു എന്താണ് നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ ഒരു രക്തപിണ്ഡമായിരുന്ന ഘട്ടം മുതലേ അവർ നിങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 4 പ്രാവശ്യം ബസ്സിൽ നിന്ന് കണ്ടിട്ട് ഹായ് പറഞ്ഞിട്ട് റോട്ടിൽ നിന്ന് കണ്ട ഒരുത്തന്റെ പിന്നാലെ അവള് പോയി എന്ന് കേട്ടാൽ വലിയ വിഷമുണ്ടാവും. നമുക്ക് ഇതിലേക്ക് തന്നെ വരാൻ സമയമില്ല. അപ്പോൾ അങ്ങനെ ജുലൈബീബ് ഈ സഹാബി ഈ സ്ത്രീനെ ഇവർ തമ്മിൽ സംസാരിച്ചു. എങ്ങനെ ഓനെ കൊണ്ട് എങ്ങനെയാ നമ്മളെ മോളെ കെട്ടിക്കല്? നമ്മുടെ കോലം കണ്ടില്ലേ നിങ്ങള്? അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച ഒരു പ്രപ്പോസലിനെ പറ്റിയാണ് ഇവർ തമ്മിൽ തർക്കിക്കണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ തെർബിയത്തിൽ ശിക്ഷണത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ വീട്ടിനകത്ത്. ആ പെൺകുട്ടി ഈ സംസാരം കേൾക്കുന്നുണ്ട്. അവള് രംഗത്ത് വന്നിട്ട് പറഞ്ഞു എന്നാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. വിശ്വാസിയായ ഒരാണിനും ഒരു പെണ്ണിനും ഒട്ടും ഭൂഷണമല്ല, ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ, അവരുടെ കാര്യത്തിൽ അല്ലാഹുവോ റസൂലോ ഒരു തീർപ്പിലെത്തിയാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, ആ വിഷയത്തിൽ പിന്നെ അവർക്കൊരു ചൊറിച്ചിൽ, ഒരു അസ്വസ്ഥത ഉണ്ടാവുക എന്നത് ഒരിക്കലും തന്നെ വിശ്വാസിയായ ആണിനും ഒരു പെണ്ണിനും ഭൂഷണമല്ല. ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചോ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ അങ്ങേയറ്റത്തെ വഴികേടിലാണ് അകപ്പെട്ടത്. നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം ഖുത്ബ മിമ്പറുകളിൽ നിന്ന് അധികം കേട്ട് കാണാപ്പാടം പഠിച്ചൊരായത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചോ അവൻ വമ്പിച്ച വിജയം കൈവരിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ റസൂലുള്ള നമ്മളുടെ അടുത്തേക്ക് ആളെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ലൈബ്രറികളിൽ ഇരിക്കുന്ന, നമ്മുടെ വീട്ടിലെ ഹോം ലൈബ്രറികളിൽ ഇരിക്കുന്ന കിതാബുകളിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാക്ഷാൽ അള്ളാഹു തന്നെയും നമ്മുടെ തർക്കങ്ങളിലും നമ്മുടെ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് കേട്ട ഭാവം നടിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ ഇപ്പൊ റസൂല് പറയേണ്ട കാര്യം, മൂപ്പർക്ക് എന്തൊക്കെ പണിയുണ്ട്, നമ്മളെ ഈ കാര്യത്തിലൊക്കെ എന്തിനാ മൂപ്പര് ഇടപെട്ട് വഷളാകാൻ പോണത് എന്ന ഭാവമാണോ നമുക്ക്? ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, അതായത് ഈ നഹവും സർഫും ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും, ആ പ്രയോഗത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഇൻ തനാസഅതും ഫീ ഷൈഇൻ എന്ന് ഈ അദാത്തിൽ ഇൻ എന്നതിന് ശേഷം ഫി ഷൈഇ എന്ന് പറയാതെ ഫീ ഷൈഇൻ,
അതിനാ നമ്മൾ മലയാളത്തിൽ വല്ല കാര്യത്തിലും എന്നർത്ഥം പറയുന്നത്. എന്ന് പറഞ്ഞാൽ മതപരമായ ഒരു പിടിക്കാരിയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ കൗഴന കുടുംബപരമായ, സാമൂഹികമായ, സാമ്പത്തികമായ, സാംസ്കാരികമായ എന്തെന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ അതിലൊക്കെയും ആ ഒരു ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകി പരിപാലിക്കുന്നുണ്ടോ? ഇതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അവസാനം പറയാനുള്ളത്, ഈ റസൂലിനൊരു ലക്ഷ്യമുണ്ട്, നബിക്കൊരു ലക്ഷ്യമുണ്ട്. നടന്നത് നടക്കട്ടെ എന്നുള്ള ആൾക്ക് വന്നതല്ല അള്ളാന്റെ റസൂൽ. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അയച്ചത് വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇസ്ലാമിന് ഒരു ആദർശമുണ്ട്. ആ ആദർശം മാനവ സമൂഹത്തിന്റെ തുടക്കം മുതൽ ഒരൊറ്റ ആദർശമാണ്. വിശുദ്ധ ഖുർആനിൽ എമ്പാടും ആയത്തുകളുടെ സമയമില്ല, ഞാൻ തീർച്ചയായും 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കണം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ ഒന്നാമത്തെ നബി മുതൽ അന്ത്യപ്രവാചകൻ വരെ എല്ലാവരും ഒരാദർശമാണ് പറഞ്ഞത് എന്ന് നമ്മൾ പെട്ടെന്ന് എവിടെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അതല്ല. സംഘടിത സമൂഹത്തിലേക്ക് വന്ന ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാമാണ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ചെറിയ കുടുംബം എന്നേ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ എന്ന് മനസ്സിലാക്കിയതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ജനതയായിരുന്നു എന്ന് ഞാൻ പറയുന്നതും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇന്നീക ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അപ്പോൾ ഒരു കൗമ അവിടെ ഉണ്ട്, ചെറുതായിരിക്കും, മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ ആദ്യഘട്ടമാണത്. ആ കൗമിലേക്ക് വന്ന ഒന്നാമത്തെ നബിയെയും ശ്രദ്ധിക്കണം, എന്താണ് പോയിന്റ് എന്ന്. ആ കൗമിലേക്ക് ലോക സമൂഹത്തിൽ മനുഷ്യവംശാരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ രൂപപ്പെട്ട ചെറുതെങ്കിലും ഒരു സമൂഹമായ ആ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകനെയും അഥവാ നൂഹ് നബിയെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക. 2-3 പ്രവാചകന്മാർ അതിന്റെ ഇടയിൽ പിന്നെ ചേർത്ത് വെച്ച് ഉലുൽ അസ്മിൽപ്പെട്ട 5 നബിമാരായി. അപ്പോ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖു ഫീഹി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഈ ദീനിനെ ഈ ഭൂമിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്റ്റേറ്റിൽ ബേജാറേണ്ട കാര്യമില്ല. എവിടെയും അധികാരം നല്ലവരുടെ കയ്യിലല്ലെങ്കിൽ സമൂഹം മൊത്തം ദുഷിക്കും. അതുകൊണ്ട് പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചവും ഏതൊരു നാഥന് കീഴ്പ്പെട്ടത് കൊണ്ടാണോ താളലയം മനോഹരമായി മുന്നോട്ട് പോകുന്നത്, അതേ നാഥന് മനുഷ്യ സമൂഹം മുഴുവൻ കീഴ്പ്പെടാത്തിടത്തോളം കാലം ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. ഇത് ഇസ്ലാമിന്റെ വളരെ ഖണ്ഡിതമായ സത്യമാണ്. അതിനു വേണ്ടിയാണ് അള്ളാഹു നബിയെ അയച്ചത്. അല്ല, നബി അല്ലറ ചില്ലറ മിനിക്ക് പണി നടത്താൻ വന്ന ആളല്ല. ഈ ദീൻ മറ്റുള്ളവരുടെ മറ്റ് ദീനുകളുടെ മേലെ വരാൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. അല്ലെങ്കിൽ നിഷേധികളുടെ വാക്യം താഴാൻ, അള്ളാഹുവിന്റെ വചനം ഉയരാൻ. അള്ളാഹുവിനെ വഴിപ്പെടാൻ, അള്ളാഹുവിന്റെ വഴിപ്പെടലിന് മുമ്പിൽ തടസ്സം നിൽക്കുന്ന സകല ശക്തികളെയും ബഹിഷ്കരിക്കാൻ. ഇതൊക്കെയാണ് ഖുർആന്റെ പ്രയോഗം. ഇതൊക്കെ ഒരൊറ്റ ആശയത്തെയാണ് കുറിക്കുന്നത്. ആ ആശയം എന്താണ് എന്നൊന്ന് അറിയാൻ നിങ്ങൾ അറേബ്യയിലേക്ക് നോക്കൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അവിടുന്ന് 23 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചു. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഇത്രയും കൊല്ലം ഈ കണ്ണൂർ ജില്ലയിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തും ജീവിച്ചിട്ട് നമ്മളുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ സ്വാധീനം, നമ്മുടെ സമ്മർദ്ദം, ഇങ്ങനെ എൻ്റേതെന്ന് പറയാവുന്ന മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ പണിതുയർത്തേണ്ടുന്ന എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, നമ്മളുടെ ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ലക്ഷ്യം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അത് പരലോകത്ത് സ്വർഗ്ഗമല്ല, അതൊക്കെ ഇവിടുന്ന് പോയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുമ്പോഴത്തെ ലക്ഷ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു പ്രവാചകന്മാർക്ക്, അതായത് ആദർശം എല്ലാ കാലത്തും ഒന്നായതുപോലെ നൂഹ് നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു ഇങ്ങനെ ഒരു ലക്ഷ്യം, ഈ ദൈവിക ദീനിന്റെ സംസ്ഥാപനം എന്നൊരു ലക്ഷ്യം നിശ്ചയിച്ചിട്ട് ആ ലക്ഷ്യം കൈവിട്ട് തനിക്ക് തോന്നിയ പോലെ പ്രവർത്തിച്ചു നബി എന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ? ഏതെങ്കിലും നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം അള്ളാഹു നിശ്ചയിച്ചിട്ട് ആ ലക്ഷ്യത്തെക്കുറിച്ച് ലെവലേശം ആലോചിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് എന്തുണ്ട് ന്യായം?
അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ സ്വാധീനം, നമ്മുടെ സമ്മർദ്ദം എന്ന് പറയുന്ന എന്തൊക്കെയുണ്ടോ ഇത് മുഴുവൻ ഉപയോഗപ്പെടുത്തി ഈ ദുനിയാവിൽ എന്ത് സാക്ഷാത്കരിക്കാനാണ്, എന്ത് നേടിയെടുക്കാനാണ് ഞാൻ നിലകൊള്ളേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരവുമായിട്ടാണ് പിരിഞ്ഞു പോകുന്നതെങ്കിൽ അതായിരിക്കും ഈ പരിപാടിയുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിസ്സാരമായ കാര്യമല്ല. എനിക്ക് ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഈ 20 മിനിറ്റിൻ്റെ സമയത്തിനകത്ത് നിന്ന് ഒരു 15 മിനിറ്റ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ആലോചനയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ സമാപനം എന്ന നിലക്കുള്ള ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഓരോ പ്രാവശ്യം കണ്ണൂരിൽ വരുമ്പോഴും ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന പഴയ തലമുറയിൽപ്പെട്ടവരും പുതിയ തലമുറയിൽപ്പെട്ടവരും ചുറുചുറുക്കോടെ പ്രവർത്തിച്ചിരുന്നതുമായ പല മുഖങ്ങളും ഇപ്പോൾ ഇവിടെ കാണാനില്ല. പേരുകൾ ഞാൻ പറയുന്നില്ല, 1-2 പേര് മാത്രം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട്. റഹ്മാനായ റബ്ബിന് അവരെ അറിയാം. പടച്ചവനെ, ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ, പടച്ചവനെ ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരിമാരുണ്ട്, അവരുടെ മടിത്തട്ടിലിൽ പിഞ്ചു മക്കളുണ്ട്. കാലഘട്ടം ദുഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു ലോകത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളിലും പെട്ടുപോകാതെയും ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളിലും പതറിപ്പോകാതെയും നിലകൊള്ളാനുള്ള കരുത്തോടെ അവരെ വളർത്താനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ നൽകണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ മാതാക്കളെ, ഞങ്ങളുടെ പിതാക്കളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരിൽ ജീവിച്ചിരിക്കുന്നവരോട് വളരെ സ്നേഹത്തിൽ വർത്തിക്കാനുള്ള പ്രത്യേകമായ ഒരു കനിവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെയും ഞങ്ങളുടെയും എല്ലാ മുറാദുകളും നീ സഫലമാക്കി തരണേ നാഥ. ഞങ്ങളുടെ വിവാഹപ്രായമെത്തിയ യുവതീ യുവാക്കൾക്ക് ഏതൊരു ദീനി ചിട്ടയിലാണോ ഞങ്ങൾ അവരെ വളർത്തിയത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ യൗമനാ ഖൈറൻ മിൻ അംസിനാ വജഅൽ ഗദനാ ഖൈറൻ മിൻ യൗമിനാ ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين. اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.